വീക്ക്ലി ടാസ്ക് BBA റെസിഡൻഷ്യൽ സ്കൂൾ ടാസ്ക് തുടങ്ങി വച്ചിരിക്കുകയാണ്. അതിനിടയ്ക്ക് പല അടികളും വഴക്കും നടക്കുന്നുണ്ട്. കൂടാതെ ഇന്ന് വീട്ടുപണി ടാസ്കിൽ വിജയിച്ചത് ഗേൾസ് ടീമായിരുന്നു. വീട്ടുപണി ടാസ്കിൽ ആദ്യം ബോയ്സ് ടീമിൽ നിന്ന് കളിക്കാൻ പോകുന്നത് ശിവയായിരുന്നു. ശിവ നല്ലവണ്ണം കളിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ദീപക് വഴക്കാക്കി മാറ്റുന്നു. അതിൻ്റെ പേര് പറഞ്ഞ് അതായത് ദീപക് വഴക്ക് പറഞ്ഞല്ലോ, അതിൻ്റെ പേര് പറഞ്ഞ് ശിവയ്ക്ക് ഭയങ്കര വിഷമമായിട്ട് ശിവ പോയി കരയുന്നുണ്ട്. റാണവിനെ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റാണവ് ഒരു സ്റ്റാച്ചർ ചേർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ആഴ്ച നോമിനേഷനിൽ ഉണ്ടല്ലോ, അതുകൊണ്ട് അതിനുശേഷം റാണവും അൻഷിയും തമ്മിൽ ഒരു മുട്ട വഴക്ക് നടക്കുന്നു. അരുണും മഞ്ജരിയും തമ്മിൽ വഴക്ക് നടക്കുന്നു. റാണവും സത്യമായിട്ട് വഴക്ക് നടക്കുന്നു. ഇത്തവണ വീക്ക്ലി ടാസ്ക് ഒരു വെറൈറ്റി ടൈപ്പ് ആണ്. ഇത്തവണ വീക്ക്ലി ടാസ്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ടൈപ്പിലുള്ള ഒരു വീക്ക്ലി ടാസ്ക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓരോ ക്യാരക്ടേഴ്സ് പിടിച്ചു കൊടുത്തിരിക്കുകയാണ് ഓരോരുത്തർക്കും. അപ്പോൾ നമുക്കധികം വൈകാതെ തുടങ്ങാം. ഡേ 37 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് തമിഴ് ചാനൽ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ ഫാസ്റ്റസ്റ്റ് റിവ്യൂസിനും ലൈവ് അപ്ഡേറ്റ്സിനുമായി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം. അതായത് ഡേ 37 ആദ്യം തന്നെ കാണിക്കുന്നത് ബിഗ് ബോസ് വീടാണ്. ആദ്യം തന്നെ രാവിലെ 8 മണി സമയം. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ബിഗ് ബോസ് ഒരു മോർണിംഗ് സോങ് പ്ലേ ചെയ്യുന്നു. അതിൻ്റെ ഒപ്പം എല്ലാവരും ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിനുശേഷം എല്ലാവരും അവരുടേതായ ജോലികളിൽ മുഴുകുന്നു. പിന്നീട് കാണിക്കുന്നത് രാവിലെ തന്നെ വീട്ടുപണി ടാസ്കിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരു പന്തുണ്ടാകും. ഒരു പന്ത് ബാസ്ക്കറ്റിൽ ഇടണം. ഇതാണ് ടാസ്ക് എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല, ഗാർഡൻ ഏരിയയിൽ ഒരു വലിയ റൗണ്ട് പോലത്തെ വൃത്താകൃതിയിലുള്ള പ്രതലമുണ്ടാകും. ഈ പ്രതലത്തിൽ നമുക്ക് ഈ പ്രതലം ഇങ്ങനെ ആടുന്നൊരു പ്രതലമാണ്, അതായത് ആടിക്കളിക്കുന്ന പ്രതലമാണ്. ഈ പ്രതലം ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് സ്ട്രിങ് പോലത്തെ പിടിക്കാനുള്ള ഒരു ഇത് തരും. അതായത് സ്ട്രിങ് പോലത്തെ പിടിക്കാനുള്ളതെന്ന് പറയുന്നത് നമ്മൾ സ്കൂട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു ഇതുണ്ടാകും, പിടിക്കാനുള്ളൊരു ഇതുണ്ടാകും. ആ പ്രതലത്തിൽ നിന്ന്, അതായത് ആ പ്രതലത്തിൽ തന്നെ ഉണ്ടാകും. ഈ പ്രതലത്തിൽ 4 ചിലന്തികളുടെ കാല് കണ്ടിട്ടില്ലേ, അതുപോലെ 4 ചിലന്തികളുടെ കാല് പോലെ അതായത് ചിലന്തികളുടെ 2 കാല് പോലെ 2 എണ്ണം ഫ്രണ്ടിലോട്ടും 2 എണ്ണം പുറകിലോട്ടും ഇങ്ങനെ ഒരു ഓട്ടച്ചാല് പോലെയുണ്ട്. ഈ ഓട്ടച്ചാലിൻ്റെ 4 എണ്ണം ഉണ്ടല്ലോ, അതിൽ 2 എണ്ണം മുന്നിലേക്കും 2 എണ്ണം പിറകിലോട്ടുമാണ് ബാസ്ക്കറ്റുകളുണ്ട്. നമ്മൾ ഈ സ്ട്രിങ് പോയിന്റിൽ നിന്ന്, അതായത് നമ്മൾ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ബാസ്ക്കറ്റ് ഇങ്ങനെ ഉരുട്ടണം. അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ ആദ്യം നിൽക്കുക, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കും. അപ്പോൾ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇങ്ങനെ ബോൾ ഇങ്ങനെ ഉരുട്ടണം. ഈ പ്രതലത്തിലൂടെ ഇങ്ങനെ മാനേജ് ചെയ്തിട്ട്, അതായത് പ്രതലം ഇങ്ങനെ ആടി കളിക്കുന്ന പ്രതലമാണല്ലോ, അപ്പോൾ അതങ്ങനെ മാനേജ് ചെയ്ത് അതായത് അവസാനം ആ ബാസ്ക്കറ്റിൽ ഇടണം. നമ്മൾ ഇവിടെ നിന്ന് മാനേജ് ചെയ്യുമ്പോൾ 2 ബാസ്ക്കറ്റുകളും ഫ്രണ്ടിൽ ആണ്. ഈ ഫ്രണ്ടിലുള്ള ബാസ്ക്കറ്റിൽ വീണ് കഴിഞ്ഞാൽ ഓരോ ബോളിനും 2 പോയിൻ്റ് വീതമാണ് കിട്ടുക. അങ്ങ് അറ്റം വരെ പോയി വീഴ്ത്തിക്കഴിഞ്ഞാൽ 5 പോയിൻ്റുകളാണ് കിട്ടുക. ഓരോ ബോളിനും കിട്ടുന്നത് 5 പോയിൻ്റാണ് കിട്ടുന്നത് എന്നാണ് പറയുന്നത്. വളരെ സൂപ്പറായിട്ടുള്ള ടാസ്ക്കാണ്. ബാലൻസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നന്നായി ചെയ്യാൻ പറ്റും. പക്ഷേ ഇത്തിരി അതായത് ടഫുമാണ് ഈ ടാസ്ക് എന്ന് പറയുന്നത്. കുറച്ച് ടഫും ഉള്ള കാര്യമാണ്. അതായത് നിങ്ങൾ മാനേജ് ചെയ്യൊക്കെ വേണമല്ലോ. അപ്പോൾ കുറച്ചൊരു റിസ്ക് പിടിച്ച ടാസ്ക് കൂടി ആയിരുന്നു. പക്ഷേ അത് സൂപ്പറായിട്ട് നന്നായിട്ട് കളിക്കുന്നുണ്ട് എല്ലാവരും. അങ്ങനെ ആ ടാസ്കിൽ, അതായത് ആരൊക്കെ പോകണം, ഗേൾസ് ടീമിൽ നിന്ന് ആര് പോകണം, ബോയ്സ് ടീമിൽ നിന്ന് ആര് പോകും എന്ന് തീരുമാനിക്കുകയാണ്. 3 പേര് വെച്ചിട്ടാണ് ഈ ഗെയിം കളിക്കുക. ഒരാൾ ബോൾ ഇടുക, എന്നിട്ട് അടുത്തയാൾ ഇടുക, വീണ്ടും അടുത്തയാൾ ഇടുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരേ സമയം ബോയ്സ് കളിക്കണം അപ്പുറത്ത്, അതുപോലെ തന്നെ ഒരേ സമയം ഗേൾസും കളിക്കണം. ബോയ്സ് ടീമിനകത്ത് നിന്ന് കളിക്കാൻ പോകുന്നത് വിശാൽ, ശിവ, ജഫ്രി ഇവരാണ് കളിക്കാൻ പോകാൻ റെഡിയാകുന്നത്. ഗേൾസ് ടീമിൽ നിന്ന് പവി, റയാൻ, മഞ്ജരിയും റെഡിയാകുന്നു പോകാനായിട്ട്. അരുണാണ് വിധികർത്താവ്. ജഡ്ജിയായിട്ട് ഈ ഗെയിമിൻ്റെ വിധി പറയുന്നത് അരുണാണ്. ടാസ്കിൽ അതായത്
അങ്ങനെ ഈ ടാസ്ക് നടക്കണം, അതായത് വീട്ടുപണി ടാസ്ക് നടക്കുന്നു. വീട്ടുപണി ടാസ്കിൽ ബോയ്സ് നന്നായിട്ട് തന്നെ എല്ലാം മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ശിവ മാത്രമാണ് ബോൾസ് ഇടുന്ന നേരത്ത് ചെറുതായി ഒന്ന് വിറയ്ക്കുന്നത്, അതായത് കയ്യും ഇതൊക്കെ വിറയ്ക്കുന്നത് ചെറുതായിട്ട് ശിവ മാത്രമാണ്. അങ്ങനെ ബോയ്സിന് 32 പോയിൻറ്റും ഗേൾസിന് 35 പോയിൻറ്റുമാണ് കളക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെ ഗേൾസാണ് ഈ വീട്ടുപണി ടാസ്കിൽ വിജയിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ശിവയും നമ്മുടെ ദീപക്കും തമ്മിൽ വഴക്ക് കൂടുന്നു. അതായത് ദീപക് പറയുന്നു, നീ നന്നായി കളിക്കാണ്ടോന്നല്ലേ നമുക്കത് ഇത് ജയിക്കാൻ പറ്റാതെ, നമ്മൾ സിമ്പിളായിട്ടുള്ള ഗെയിമായിരുന്നു, നീ അത് നന്നായിട്ട് കളിക്കാത്തതുകൊണ്ടല്ലേ നിനക്ക് അത് നമുക്കിങ്ങനെ ഒരു ഇത് വന്നത്, നമ്മൾ തോറ്റത്. ശരിക്കും നമ്മൾ ജയിക്കേണ്ട ഇതായിരുന്നു, നീ തെറ്റിച്ചുകൊണ്ടാണ്, ബാക്കി എല്ലാവരും കറക്റ്റായി ചെയ്യുന്നല്ലോ, നീ മാത്രം തെറ്റിച്ചുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു പണി വന്നത്. ഇനിയിപ്പോൾ എന്താ, ഈ ഒരാഴ്ച നമ്മൾ ബസ്സിൽ ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ട് നമ്മുടെ ശിവനെ അതായത് ശിവനെ ഇമോഷണലാക്കുകയാണ്. അപ്പോൾ ശിവ പറയുന്നു, അതായത് കഴിഞ്ഞ ടാസ്ക്, അതായത് ഇന്നലെ ഉണ്ടായിരുന്നല്ലോ ഒരു ടാസ്ക് കൊടുത്തിരുന്നല്ലോ അവർക്ക്. അപ്പോൾ ആ ടാസ്കിൽ ദീപകേട്ടൻ പോയിട്ട് എന്താണ് ചെയ്തത്? ശരിക്കും പറഞ്ഞാൽ ആ ടാസ്കിലൊന്നും ചെയ്തിട്ടില്ല ദീപക്. എന്താണ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ടും പറയുന്നുണ്ട്, തിരിച്ചും പറയുന്നുണ്ട്. പക്ഷേ അവസാനം അത് വിഷമാവുകയാണ് ശിവയ്ക്ക്. ശിവ പോയി കരയുന്നു, പിന്നെ പോയി സമാധാനിപ്പിക്കുന്നു. കുഴപ്പമില്ല, ടേക്ക് കെയർ എന്ന് പറഞ്ഞിട്ട് ശരി, അത് പിന്നെ പ്രശ്നം സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് ബോയ്സ് ടീമിന്, അതായത് ഈ ആഴ്ച അവരാണല്ലോ ഗേൾസ് ടീം ജയിച്ചതുകൊണ്ട് ഈ ആഴ്ച ഇതൊക്കെ ചെയ്യേണ്ടത് അവരാണല്ലോ, അതായത് വീട്ടുപണികളെല്ലാം ചെയ്തിട്ട് അവരാണല്ലോ. അപ്പോൾ അങ്ങനെ ബോയ്സ് ടീമിന് വെസൽ വാഷ്, ഹൗസ് ക്ലീനിങ്, ടോയ്ലറ്റ് രണ്ട് വീടിൻ്റെയും ചെയ്യണം. അങ്ങനെ വെസൽ ടീമായിട്ട് വരുന്നത് ശിവ, ദീപക്, രഞ്ജിത്ത്, ജഫ്രി, സത്യ ഇവരാണ്. ടോയ്ലറ്റ് വിശാൽ, റാണവ്. ഹൗസ് ക്ലീനിങ് ആയിട്ട് മുത്തു, അൻഷിത, അരുൺ ഇവരാണ്. കുറച്ച് കഴിയുന്നു മുത്തു, അൻഷിതയും റാണവ്, വിശാൽ ഇവരൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഈ സമയത്ത് ഈ കൂടയിൽ കൂടി നിങ്ങൾ ബോൾ ഇരുന്നപ്പോൾ ഈ കൂട നിറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് അവിടെ ഇടാൻ പോകുന്നത്? 3-4 ബോളൊക്കെ അതിനകത്ത് നിറയുമ്പോൾ പിന്നെ അടുത്തതിലേക്ക് ഇടണം. നിങ്ങൾ എന്തിനാണ് അവിടെ തന്നെ അത് അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്? അതുകൊണ്ടല്ലേ നമുക്കത് കിട്ടാതിരുന്നത് എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വീക്കിലി ടാസ്ക് വരുന്നു. BB റെസിഡൻഷ്യൽ സ്കൂൾ ടാസ്ക് വരികയാണ്. വളരെ രസകരമായിട്ടുള്ള ടാസ്ക്കാണ്. ഇതൊരു പൊളി ടാസ്ക്കാണ് കേട്ടോ. പൊളി ടാസ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇതുവരെ കണ്ട ബിഗ് ബോസിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ ഓരോന്നിനും ഈച്ച് ആൻഡ് എവരി വൺ ക്യാരക്ടർ, അതാണ് ടാസ്ക് എന്ന് പറയുന്നത്. അതായത് ടീച്ചറിനായാലും കുട്ടികൾക്കായാലും ഓരോരുത്തരും എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന ലെവൽ ഈ സ്കൂൾ ഉണ്ടാക്കിയ, അതായത് ബിഹേവ് ചെയ്യണം, അതാണ് ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് എന്ന ലെവലിൽ ഈ സ്കൂൾ ഉണ്ടാക്കിയ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, ഈ സ്കൂൾ ഉണ്ടാക്കിയ ഒരാളുണ്ടോ, സ്ഥാപകൻ. ആ സ്കൂൾ ഉണ്ടാക്കിയ ആ ഫൗണ്ടർ ഇപ്പോൾ ഇല്ല, ആൾ മരിച്ചുപോയി. അപ്പോൾ ആ ഫൗണ്ടറിൻ്റെ മകളാണ് ഇവിടുത്തെ പ്രിൻസിപ്പളിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. പ്രിൻസിപ്പളായിട്ടുള്ള ആളുടെ സ്വഭാവം എന്ന് പറയുന്നത്, പ്രിൻസിപ്പളിന് ഒരു ഹസ്ബൻഡുണ്ട്. അതായത് പ്രിൻസിപ്പളിൻ്റെ സ്വഭാവം, അതായത് പ്രിൻസിപ്പളിന് ഒരു ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡിവോഴ്സായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എക്സ്മേറ്റ് എന്ന് പറഞ്ഞ പുള്ളിക്കാരിക്ക്, അതായത് എക്സ്മേറ്റ് പുള്ളിക്കാരിക്ക് ഭയങ്കര ദേഷ്യക്കാരിയാണ് പുള്ളിക്കാരി. അതുപോലെ പിടിവാശിക്കാരിയാണ്. അയൽ ലേഡിയാണ്. ക്ലാസ് ടൈം ഇവിടുത്തെ ഫുഡ്, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മെസ്സ് എല്ലാം തീരുമാനിക്കുന്നത് ഇവിടുത്തെ പ്രിൻസിപ്പാളായ വർഷിണിയാണ് പ്രിൻസിപ്പാളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പാളായ വർഷിണിയാണ്. പിന്നീട് വൈസ് പ്രിൻസിപ്പാളിൻ്റെ കാര്യം പറയാം. ഈ പ്രിൻസിപ്പാളിൻ്റെ എക്സ്മേറ്റ്, അതായത് വൈസ് പ്രിൻസിപ്പാൾ എങ്ങനെയാണെങ്കിലും ഈ പ്രിൻസിപ്പാളിൻ്റെ കൂടെ, അതായത് വൈസ് പ്രിൻസിപ്പാളുണ്ടല്ലോ, വൈസ് പ്രിൻസിപ്പാൾ തന്നെയാണ് ഈ പ്രിൻസിപ്പാളിൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ പ്രിൻസിപ്പാളിൻ്റെ ഡിവോഴ്സായിട്ട് നിൽക്കാനുള്ളപ്പോൾ ഈ പ്രിൻസിപ്പാളിനെ എങ്ങനെയെങ്കിലും പഴയതുപോലെ ഞങ്ങൾ ഒരുമിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി പാച്ചപ്പ് ചെയ്യാൻ നോക്കണ ആളായിട്ടാണ് വൈസ് പ്രിൻസിപ്പാളായിട്ട് പറയുന്നത്. ഇവിടുത്തെ സകലമാന ഡിസിഷൻ എടുക്കുന്നത് വൈസ് പ്രിൻസിപ്പാൾ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ,
വൈസ് പ്രിൻസിപ്പാളാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും സകലമാന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. പ്രിൻസിപ്പൾ അവിടെ ഉണ്ടെങ്കിലും ഈ വൈസ് പ്രിൻസിപ്പൾ ആണ് എല്ലാത്തിലും ഇടപെട്ട് ഡിസിഷൻ കൊണ്ടിരിക്കുന്നത്. അതാണ് വൈസ് പ്രിൻസിപ്പളായിട്ടുള്ളത് നമ്മുടെ അരുണാണ് വൈസ് പ്രിൻസിപ്പളായിട്ട് വരുന്നത്. അടുത്തത് മോറൽ സയൻസ് ടീച്ചറായിട്ട് വരുന്നത് ടീച്ചറുടെ അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് അവർ ഫോറിൻ കൺട്രി, അതായത് ഫ്രാൻസായ ഫോറിൻ കൺട്രിയിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ മോറൽ സയൻസ് പറഞ്ഞു തുടങ്ങി ബോറടിപ്പിക്കുന്ന സ്വഭാവമാണ് പുള്ളിക്കാരി. അത് ജാക്വലിനാണ് മോറൽ സയൻസ് ആയിട്ടുള്ള ടീച്ചറായിട്ട് വന്നിട്ട് ക്യാരക്ടർ കൊടുത്തിരിക്കുന്നത്. അടുത്ത തമിഴ് ടീച്ചർ, പുതിയ ടീച്ചറാണ്. അപ്പോൾ പ്രിൻസിപ്പളിനെ ഇമ്പ്രസ് ചെയ്യിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആണ് ആര്? തമിഴ് ടീച്ചർ. അത് മഞ്ജരിക്കാണ് ആ ക്യാരക്ടർ കിട്ടിയിരിക്കുന്നത്. അടുത്ത വാച്ച്മാൻ, കാക്കി എന്ന് പറയുന്ന സ്വപ്നമാണ് അങ്ങനെ നടക്കുന്ന ഒരാളായിട്ടാണ് വാച്ച്മാനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ കുട്ടികളെല്ലാം സംശയ കണ്ണോടെ നോക്കുന്ന ഒരാളായിട്ടും അതുപോലെ തന്നെ എല്ലാത്തിനും ബെല്ലടിക്കുന്ന ഒരാളായിട്ടുമാണ് വാച്ച്മാനെ പറയുന്നത്. അത് ശിവയാണ് വാച്ച്മാനായിട്ട് മാറിയിരിക്കുന്നത്. പിന്നെ പി ടി മാസ്റ്റർ, അതായത് പി ടി മാസ്റ്റർ എന്നൊക്കെ പറയാം. ഗേളാണെങ്കിൽ ടീച്ചർ, ബോയ് ആണെങ്കിൽ മാസ്റ്റർ. പി ടി ടീച്ചർ മനസ്സ് ഉടഞ്ഞ ഒരാളാണ്, ലവ് ഫെയിലിയർ ആയിട്ടുള്ള ഒരാളാണ്. തൻ്റെ കുട്ടികളിൽ തന്നെ ഒരു ലവ് കണ്ടെത്താനായിട്ട്, അത് പ്രണയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു ടീച്ചറാണ്. അത് ജെഫ്രിക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പി ടി മാസ്റ്ററാണ്. അപ്പോൾ അത് ജെഫ്രിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത് സ്കൂൾ മാത്രമല്ല, ബോയ്സിനും ഗേൾസിനും ഫുഡ് ഉണ്ടാക്കേണ്ടത് സ്കൂൾ അധികൃതരാണ്. അതായത് ബിഗ് ബോസ് പറയാണ്, ഇത് ഒരു സ്കൂൾ മാത്രമല്ല, ബോയ്സിനും ഗേൾസിനും ഫുഡ് ഉണ്ടാക്കേണ്ടത് ആരാണ്? സ്കൂൾ അധികൃതരായിട്ടുള്ള ജാക്ലിൻ, അരുൺ, വർഷിണി, ശിവ, മഞ്ജരി, ജെഫ്രി ഇവരാണ് ഫുഡ് ഉണ്ടാക്കേണ്ടത്. കുട്ടികളെ കൊണ്ട് ഫുഡ് ഉണ്ടാക്കാൻ പാടില്ല, അതായത് കുട്ടികളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാൻ പാടില്ല. അതാണ് ബാലവല ചെയ്യിപ്പിക്കാൻ പാടില്ല, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതുകൂടാതെ ഇവർക്ക് ഹോസ്റ്റലുണ്ട്. ഈ ടാസ്ക് കഴിഞ്ഞാൽ അതായത് അവർക്ക് ഹോസ്റ്റലുണ്ട്. ആ ഹോസ്റ്റലിൽ ഒരു വാർഡന് സ്റ്റാഫുകളിൽ നിന്ന്, അതായത് ഒരു വാർഡൻ ഉണ്ടാകുമല്ലോ, അതിന് സ്റ്റാഫുകളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പറയാൻ പറയുന്നു. അത് ജെഫ്രിയാണ് വാർഡനായിട്ട് മാറുന്നത്, അതായത് ഹോട്ടലിലെ വാർഡനായിട്ട് മാറുന്നു. പിന്നെ ഒരു രസം എന്ന് പറയുന്നത് 24/7 നടക്കുന്ന ടാസ്ക്കാണ്. അതായത് 24/7, അതായത് 24 മണിക്കൂർ നടക്കുന്ന ടാസ്ക്കാണ്. ഇതിന് ഒരു അൺസ്റ്റോപ്പില്ല. അതായത് 24/7 ഫുൾ ടൈം ഓണാണ്. അപ്പോൾ ഫുൾ ടൈം ഓണുള്ള ടാസ്ക്കാണെന്നാണ് പറയുന്നത്. ഈ ടാസ്ക് സ്കൂൾ ടൈം അതായത് ഈ സ്കൂൾ ടൈം കഴിയുന്നു, ഹോസ്റ്റൽ വരുന്നു. 2 പേർക്ക് 2 ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമായിരുന്നു. ബോയ്സിന് ബെഡ്റൂം, ഗേൾസിന് വേറൊരു ബെഡ്റൂം, അങ്ങനെയാണുള്ളത്. അത് രസമായിട്ട് തോന്നി കേട്ടോ, അതൊരു രസമായിട്ട് തോന്നി. ബാക്കിയുള്ളവർ സ്റ്റുഡൻ്റാണ്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ, അതായത് ബാക്കിയുള്ളവർക്കൊക്കെ ക്യാരക്ടേഴ്സ് കിട്ടിയല്ലോ. അപ്പോൾ അതിലൊഴിച്ച് ബാക്കി എല്ലാവരും സ്റ്റുഡൻസാണ്. രഞ്ജിത്ത് ഉൾപ്പെടെ അവരൊക്കെ സ്റ്റുഡൻസാണ്. ബാക്കിയുള്ളവർ സ്റ്റുഡൻസാണ്. 8 സീറ്റാണുള്ളത്. സ്കൂളിലുള്ളത് 8 സീറ്റാണ്, ആകെ 8 സീറ്റാണുള്ളത്. അപ്പോൾ ഈ സ്കൂളിലുള്ളവരുടെ ക്യാരക്ടേഴ്സ് ബൗളിനകത്ത് ഇടണം. ഓരോരുത്തരും ഓരോന്ന് എടുത്തിട്ട് പറയണം. ഇതിൽ 6 പേർക്ക് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. അതായത് 6 പേർക്ക് 6 ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. സ്കൂൾ അധികൃതർ എന്നുള്ള ക്യാരക്ടറാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ബാക്കി എത്ര പേരുണ്ട്? ഈ 6 പേരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി 14 കുട്ടികളാണുള്ളത്. ഈ 14 കുട്ടികളിൽ 8 സീറ്റാണുള്ളത്. അതായത് 14 കുട്ടികളുണ്ട്, 8 സീറ്റാണ് ആകെ ഉള്ളത്. അവിടെ ഉള്ളത് ഈ 8 സീറ്റുകൾ മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ക്യാരക്ടറിനകത്ത് ലോട്ടറി ഇട്ടിട്ടുണ്ട്. അതായത് 8 ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഒരു ലോട്ടറി ഇട്ടിട്ടുണ്ടാവും. അതിനകത്ത് നിന്ന് ഓരോരുത്തരും എടുക്കുക. അതിൽ ഉള്ള ഓരോ ക്യാരക്ടറാണ് അവർ ചെയ്യേണ്ടത്. അത് പറയാം എങ്ങനെയാണെന്ന്. ബാക്കിയുള്ളവർ സ്വന്തമായി ക്യാരക്ടർ ബിൽഡപ്പ് ചെയ്തെടുക്കുക, അതാണ് പറയുന്നത്. ബിൽഡ് ചെയ്തെടുക്കുക എന്നാണ് പറയുന്നത്. ആദ്യം റാണവ് വന്നിട്ടാണ് എടുക്കുന്നത്. റാണവ് എടുക്കുന്നു. ലാസ്റ്റ് ബെഞ്ച് സ്റ്റുഡൻറ്റ് എന്നാണ് പറയുന്നത്. ഒന്നും പറഞ്ഞാൽ അനുസരിക്കാത്ത ആൾ എന്നാണ് അർത്ഥം. ലാസ്റ്റ് ബെഞ്ച് സ്റ്റുഡൻറ്റ് എന്നാണ് പറയുന്നത്. അതൊരു സത്യം വരുന്നു. സത്യം വന്നിട്ട് എടുക്കുന്നു. ഒന്നും കേൾക്കാത്ത അഹങ്കാരിയായ, തന്നിഷ്ടം കാണിക്കുന്ന, ദേഷ്യമുള്ള എന്തിനേയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന സ്റ്റുഡൻറ്റ് ആയിട്ടാണ് സത്യം മാറുന്നത്. അത് സാജന പഠിപ്പിസ്റ്റായിട്ടാണ്.
പോക്കറ്റ് മണി ഒരുപാടുള്ള ആളായിട്ടാണ് ഭവ്യ കൊടുത്തിരിക്കുന്നത്. അതായത് പോക്കറ്റ് മണി, ഒരുപാട് പോക്കറ്റ് മണി, അതായത് സ്കൂളൊക്കെ വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്ന അത്രയും പൈസയുള്ള ഒരാളായിട്ടാണ് ഭവ്യ കൊടുത്തിരിക്കുന്നത്. അടുത്ത റിയ, ബാക്കിയുള്ള സ്റ്റുഡൻസിനെ പറ്റിയുള്ള ഗോസിപ്പ് ചെയ്യുന്നതാണ് എന്നാണ് റിയയെ കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ. അടുത്ത ആനന്ദി, എല്ലാം അടിച്ചു മാറ്റുന്ന കള്ളി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് പേന, പേപ്പർ ഇതൊക്കെ അടിച്ചു മാറ്റുന്ന ഒരു കള്ളിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത മുത്തു, ടീച്ചർമാരുടെ എല്ലാം ചെല്ലപ്പുള്ളയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എങ്കിലും പക്ഷേ കുട്ടികൾക്ക് പാര വയ്ക്കുന്ന അവരുടെ കൂടെ നിന്ന് എല്ലാം ഒപ്പിച്ചിട്ട് പാര വയ്ക്കുന്ന ആളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ദീപക്, പ്രതിപക്ഷം നോക്കാതെ ടീച്ചറിനെയും പ്രതിപക്ഷവും എല്ലാം കൂടെ പ്രിൻസിപ്പാളിനോട് കംപ്ലൈൻറ്റ് പറയുന്ന ആളായിട്ടാണ്, അതായത് പ്രിൻസിപ്പാളിൻ്റെ സ്പൈ ആയിട്ടാണ് നമ്മുടെ ദീപക്കിനെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 8 പേർക്ക് കിട്ടി, ക്യാരക്ടർ കിട്ടി. ഇനി ബാക്കിയുള്ളത് 6 പേരാണ്. ഇനി ബാക്കി ഉള്ളത് 6 പേർക്കാണ് ക്യാരക്ടർ കിട്ടാത്തവരായിട്ടുള്ളത്. ആരൊക്കെ നോക്കാം. തർഷിക, സൗന്ദര്യ, അക്ഷിത, റയാൻ, രഞ്ജിത്ത്, വിശാൽ, ഇവർക്കാണ് ഇനി കിട്ടാത്തത്. ബാക്കിയുള്ളവർ ഇവരാണ്. അവരുടെ അടുത്ത് ബിഗ് ബോസ് പറയുന്നു നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കാൻ പറയുന്നു. അങ്ങനെ എല്ലാവരും അവരുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്തെടുക്കുന്നു. അങ്ങനെ ടാസ്ക് തുടങ്ങുകയാണ്. ആദ്യം തന്നെ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് അസംബ്ലിയാണ്. അസംബ്ലി കഴിയുന്നു. ഗാർഡൻ ഏരിയയിൽ അസംബ്ലി കൂടുന്നു. അസംബ്ലി കഴിയുന്നു. ആദ്യം തന്നെ മഞ്ജരി ടീച്ചറിൻ്റെ ക്ലാസ്സാണ്, തമിഴ് ക്ലാസ്സാണ് കാണിക്കുന്നത്. റാണവിനെയും ഭവ്യയെയും അവിടെ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ജാക്ക് വരികയാണ്. ആ പീരീഡിൻ്റെ ഇടയ്ക്ക് ജാക്ക് വരുന്നു. ജാക്കിലും വരുന്നു. കോഫി ഉണ്ടാക്കാൻ വെച്ചിരുന്ന ലാമ്പ് കാണുന്നില്ല. ആരാണ് അടിച്ചു മാറ്റിയത്? ആനന്ദി കള്ളിയാണ്. അപ്പോൾ ആനന്ദി കള്ളിയാണ്, ഞാൻ എടുത്ത് തരാം എന്ന് പറഞ്ഞ് ആനന്ദിയെ കൂട്ടി വീട്ടിനകത്ത് പോകുന്നു ജാക്ലിൻ. ജാക്ലിൻ കൂടെ കിച്ചണിൽ കോഫി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ജാക്ലിൻ മോറൽ ടീച്ചറാണല്ലോ, അതായത് മോറൽ സയൻസ് ടീച്ചറാണല്ലോ. അതുകൊണ്ട് പറയുന്നു എന്ത് അടിച്ചു മാറ്റിയാലും ആരും ഇല്ലാത്ത നേരം നോക്കി വേണം അടിച്ചു മാറ്റാനെന്ന് പറയുന്നു. പിന്നീട് അരുൺ വർഷിനി തമ്മിൽ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അരുൺ വർഷിനിയുടെ പുറകെ നടക്കുകയാണ്. അതായത് നല്ല രസമുണ്ടായിരുന്നു ടാസ്ക് എന്ന് പറയുന്നത്. അരുൺ വർഷിനിയുടെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. അതായത് മാഡം അങ്ങനെ ചെയ്യണം, മാഡം ഇങ്ങനെ ചെയ്യും മാഡം എന്നൊക്കെ പറഞ്ഞിട്ട് വർഷിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷെ പറ്റുന്നില്ല. വർഷിനി അത് മൈൻഡൊന്നും ചെയ്യുന്നില്ല. വർഷി നന്നായിട്ട് തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. അത് ആ കിട്ടിയ ക്യാരക്ടർ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നീട് ജാക്ലിൻ്റെ അതായത് ഹവർ വരികയാണ്. അതായത് ജാക്ലിൻ്റെ പീരീഡ് വരുന്നു. ബോയ്സിനെ ഗേൾസിനെ മിക്സ്ഡ് ആക്കുന്നു. അപ്പോൾ പ്രിൻസിപ്പൾ കയറി വരുന്നു അവിടേക്ക്. എന്തിനാണ് മിക്സ് ആക്കിയത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ജാക്ലിൻ പറയാണ് അത് എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ക്ലാസ്സാണ് എന്ന് പറയുന്നു. അപ്പോൾ വർഷിനി ഓക്കെ എന്ന് പറഞ്ഞിട്ട് വർഷിനി കുറച്ച് നേരം സംസാരിച്ചിട്ട് വർഷിനി പോകുന്നു. കുറച്ച് കഴിഞ്ഞ് പ്രിൻസിപ്പാൾ വരികയാണ്. അതായത് വർഷിനി പ്രിൻസിപ്പാൾ നടന്നു വരുന്നു. അപ്പോൾ വിശാൽ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വർഷിനി ഉണ്ടല്ലോ, അപ്പോൾ പ്രിൻസിപ്പാൾ പേപ്പർ എടുത്തിട്ട് വിശാലിൻ്റെ മുഖത്തേക്ക് ഒരൊറ്റ എറിയാണ്. നല്ല രസമുണ്ടായിരുന്നു ടാസ്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാത്തിരുന്ന ടാസ്ക് തന്നെയായിരുന്നു. പിന്നീട് പ്രിൻസിപ്പാളിൻ്റെ റൂമിലേക്ക് റാണവിനെ വിളിക്കുന്നു. ഇവിടെ നിന്നാണ് മുതലാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. റാണവ് ഇത്തിരി ഒരു ആരും പറഞ്ഞാൽ അനുസരണയില്ലാത്ത, എല്ലാവരും തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണല്ലോ. അപ്പോൾ റാണവിന് സ്വന്തമായി കോമഡി ഉണ്ടാക്കിയിട്ട് പറയുകയാണ്, ഗ്രൂപ്പിൽ നിന്നിട്ട് എടാ നോക്കടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നു. കുറച്ച് കഴിയുന്നു. അരുൺ മഞ്ജരിയോട് പറയാണ് ബോസി ലേഡിയാണ് വരുന്നത് കേട്ടോ. മഞ്ജരി ബോസി ലേഡിയാണ് വരുന്നത്. അതായത് മഞ്ജരി അവിടെ കുക്കിങ്ങിനായിട്ട് നിൽക്കുകയാണ്. അവിടെ കുക്കിങ്ങിനായിട്ട് ആരൊക്കെ നിൽക്കണം? ശിവയുണ്ട്, ജാക്കിലുണ്ട്, മഞ്ജരി അവിടെ ഹെൽപ്പറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മഞ്ജരി നിങ്ങളാണോ ഇവിടുത്തെ പ്രിൻസിപ്പാൾ? അല്ലല്ലോ, നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പറയണ്ട കേട്ടോ എന്നാണ് പറയുന്നത്. അങ്ങനെ വഴക്ക് നടക്കുന്നു. ഇവർ രണ്ടുപേരും തമ്മിൽ കുറച്ച് നേരത്തിൽ ചെറിയൊരു വഴക്ക് നടക്കുന്നു. അങ്ങനെ വഴക്ക് നടക്കുകയാണ്. പിന്നീട് രാത്രിയാകുന്നു. കുട്ടികളെല്ലാം കൂടെ, അതായത് എല്ലാവരും കൂടി ഇരുന്നിട്ട് പുറത്തിരിക്കുകയാണ്, ഗാർഡൻ ഏരിയയിൽ ഇരിക്കുന്നു. അപ്പോൾ അൻഷിതയും റാണവും തമ്മിൽ അതായത് അതിൻ്റെ പേരിൽ പറഞ്ഞ വഴക്ക് നടക്കുകയാണ്. പിന്നീട് സൗന്ദര്യയും റാണവും തമ്മിൽ വഴക്ക് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി അതായത് അൻഷിതയും റാണവും തമ്മിലുള്ള വഴക്ക് നടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ബാക്കിയാണ് സൗന്ദര്യം റാണവും തമ്മിൽ നടക്കുന്നത്. ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നല്ല രസമുണ്ടായിരുന്നു ടാസ്ക്. വഴക്കും കാര്യങ്ങളൊക്കെ ഒഴിച്ച് നിർത്തിയത് നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്കിയാണ് പിന്നീട് നടക്കുന്നത്. അടുത്തത് ബിഗ് ബോസ് ബസ്സിലടിക്കുകയാണ് ചെയ്തത്. ക്ലാസ് ടൈം കഴിഞ്ഞു, ഇനി ഹോസ്റ്റൽ ടൈമാണ്. അങ്ങനെ ഗേൾസ് ബോയ്സും കൂടി ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. ഗേൾസ് ഹോസ്റ്റൽ അതായത് റയാനുണ്ട്. അതായത് ഗേൾസിൻ്റെ ഹോസ്റ്റലിൽ റയാനുണ്ട്.
കാരണം സ്വൈപ്പിങ് നടന്നിരിക്കുകയാണല്ലോ. അപ്പോൾ വീട് മാറിയത് കൊണ്ട് അപ്പുറത്തെ സ്വൈപ്പ് വഴി നടന്നിരിക്കുകയാണ്. അപ്പുറത്ത് അൻഷിതയുണ്ട്, അതായത് ബോയ്സിന് അൻഷിതയുണ്ട്, ഗേൾസിന് റയാനുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു, ബിഗ് ബോസ് നമ്മുടെ അരുണിനെ കൺസ്ട്രക്ഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് പറയുന്നു, റയാനെ ബോയ്സ് ടീമിലേക്കും അൻഷിതയെ ഗേൾസ് ടീമിലേക്കും മാറ്റാൻ പറയുന്നു. അരുൺ പറയുന്നു കുക്കിംഗ് പ്രശ്നമാണ് ബിഗ് ബോസ്, കുക്കിംഗ് അറിയാത്തവരാണ് കുക്കിംഗ് ടീമിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ സ്കൂൾ അധികൃതരാണ്, അതായത് അധികൃതരാണ് വന്നിരിക്കുന്നത്. അതായത് കുക്ക് ചെയ്യാറുള്ളത് കുട്ടികളായിരുന്നു, അതായത് സ്റ്റുഡൻസ് ആയിരുന്നു കുക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ അവരെ ഞാൻ ദീപകിനെ വിളിക്കട്ടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ബിഗ് ബോസ് പറ്റില്ല, ബിഗ് ബോസ് പറയുന്നു പറ്റില്ല, സ്റ്റുഡൻസിനെ കൊണ്ട് ഒന്നും കുക്കിംഗ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അധികൃതർ തന്നെ കുക്കിംഗ് ചെയ്യേണ്ടതാണ് എന്നാണ് പറയുന്നത്. അതിനുശേഷം രാത്രി സ്റ്റാഫ് മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടുകയാണ് എല്ലാവരും, അതായത് എല്ലാ കുട്ടികളെ കൂട്ടി സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. കുറച്ച് കഴിയുന്നു ലിവിങ് റൂമിൽ കുട്ടികളെല്ലാം വിളിച്ചു കൂട്ടി അധികൃതരെ മാറ്റങ്ങൾ പറയുകയാണ്. നമ്മൾ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ, അതായത് നിങ്ങൾ കേൾക്കണം, അതായത് നമ്മൾ പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കണം. നിങ്ങളുടെ സ്കൂൾ മിക്സഡ് ആക്കിയിട്ടുണ്ട്, ഹോസ്റ്റൽ മാത്രമാണ് സെപ്പറേറ്റ് ആയിട്ടുള്ളത്. രാത്രി ലൈറ്റ് അടയ്ക്കുമ്പോൾ ബെല്ലടിക്കും, ആ സമയത്ത് ഹോസ്റ്റലിൽ പോയി ഇരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ രസകരമായിട്ടുള്ള ടാസ്ക് ഇനി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ടാസ്ക്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ലൈവ് കാണാത്തവരൊക്കെ ലൈവ് പോയി കാണണം, നല്ല രസമുണ്ട്. നല്ല രസകരമായൊരു ടാസ്ക് തന്നെയാണ് നടക്കുന്നത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 24/7 ടാസ്ക് ആണല്ലോ, അത് അൺലിമിറ്റഡ് ആണ്, നിൽക്കത്തില്ല. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിയുകയാണ്. ഇന്നത്തെ ദിവസത്തിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്നത് നല്ല അടിപൊളി ടാസ്ക് വന്നു. അതായത് വീട്ടുപണി ടാസ്കിൽ ഗേൾസ് ടീം വിജയിച്ചു. അതുപോലെ തന്നെ അൻഷിതയും റാണവും തമ്മിൽ വഴക്കുണ്ടായി. അതുപോലെ തന്നെ തിരിച്ച് സൗന്ദര്യം റാണവും വഴക്കുണ്ടായി. അതുപോലെ തന്നെ BB റെസിഡൻഷ്യൽ സ്കൂൾ ടാസ്ക് നല്ലൊരു ടാസ്ക് കൊണ്ടുവന്നു. അതെല്ലാവരും നല്ലപോലെ അടിപൊളിയായിട്ട് അഭിനയിക്കുന്നുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ കിട്ടി. ഈ കാര്യങ്ങളൊക്കെയാണ് നടന്നത്. എന്തായാലും നമുക്ക് നോക്കാം, ഇന്നും നാളെയൊക്കെ ആയിട്ടായിരിക്കും ഈ ടാസ്ക് പുരോഗമിക്കുക. എന്തായാലും ഇതിൻ്റെ ഇടയ്ക്ക് ഡെയിലി ടാസ്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് വന്നത് വീക്ക്ലി ടാസ്ക്കാണ്, ഇനി ഡെയിലി ടാസ്ക് വരാനിരിക്കുന്നു. എന്തായാലും ഇന്ന് ചിലപ്പോൾ നമുക്ക് വീക്ക്ലി ടാസ്ക് കാണാനായിട്ട് സാധിക്കും. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ദിവസത്തിൽ പറയാനുള്ളത്. ഇനി ഇന്നത്തെ ദിവസത്തിലൂടെ വന്നു കഴിഞ്ഞാൽ ഇന്ന് ഡേ 38 38 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ബിഗ് ബോസ് തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്നത്, ഇന്ന് നടന്ന ബിഗ് ബോസ് റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ ടാസ്കിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നടക്കുക. അതിന് യാതൊരു മാറ്റവുമില്ല. മാറ്റങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ മാറ്റങ്ങളൊന്നുമില്ല. ഇന്നത്തെ അതേ ക്യാരക്ടേഴ്സ് തന്നെയാണ് ഇന്നും. ബിഗ് ബോസ് വീണ്ടും ഒരു ബിഗ് ബോസ് ഹൗസ്, ഒരു ബിഗ് ബോസ് റെസിഡൻഷ്യൽ സ്കൂൾ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇന്നും നാളെയൊക്കെ ആയിട്ടായിരിക്കും ടാസ്ക് പുരോഗമിക്കുക. കുട്ടികളായിട്ടും ടീച്ചർമാർ സ്കൂൾ അധികൃതരായിട്ടുമാണ് നിൽക്കുന്നത് ഇപ്പോഴും. അതിനൊരു മാറ്റവുമില്ല. പിന്നെ രാവിലെ എല്ലാവരും റൂമിൽ വിളിച്ചു കൂട്ടി ഇന്നലത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഓരോരുത്തരെയും അതായത് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുകയാണ്. എല്ലാവരും പ്രിൻസിപ്പാളിൻ്റെ കാര്യമാണ് പറയുന്നത്. പ്രിൻസിപ്പാൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണമായിരുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അവിടെ വർഷനെ ഇട്ട് പൊരിക്കുന്നുണ്ട് രാവിലെ തന്നെ. അതിനുശേഷം ബിഗ് ബോസ് റെസിഡൻഷ്യൽ സ്കൂൾ ടാസ്കിൻ്റെ ബാക്കി ഭാഗം തുടരുകയാണ് ചെയ്യുന്നത്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ലൈവ് കാണണം. ലൈവ് കാണാത്തവർ പോയി ലൈവ് കാണുക. നല്ല രസമുള്ള ടാസ്ക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പോയി ലൈവ് വാച്ച് ചെയ്യുക. എന്നാലും നമുക്ക് നോക്കാം അല്ലേ, എങ്ങനെയായിരിക്കും ഇനി ഡെയിലി ടാസ്ക് വരുമ്പോൾ എന്തായിരിക്കും, ആരായിരിക്കും വിജയിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം, വഴിയെ കണ്ടറിയാം. എന്തായാലും ഞാൻ അതിനായിട്ട് വെയിറ്റിംഗ് ആണ്. ആർക്കായിരിക്കും നോമിനേഷൻ ഫ്രീ കാർഡ് കിട്ടുക എന്നൊക്കെ അറിയാൻ വേണ്ടി. എന്നാൽ നമുക്ക് നോക്കാം. ആരെങ്കിലുമൊക്കെ, അതായത് വീക്ക്ലി ഡെയിലി ടാസ്ക് വരട്ടെ, അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇന്നത്തെ 38ാമത്തെ ദിവസത്തെയും റിവ്യൂ ഒരുമിച്ച് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബിഗ് ബോസ് റെസിഡൻഷ്യൽ സ്കൂൾ ടാസ്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഇത്ര അടുത്തുള്ള വീഡിയോ. ഓക്കെ, പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഫോളോ സപ്പോർട്ട് നമുക്ക് അതിലൂടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആട്ടവും പുതുസ്. അപ്പോൾ അടുത്തൊരു പുതിയ കളിവ് കാണുന്നവരേക്കും ബൈ.